ദിലീപ് ആരാധകർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. രാമലീലയ്ക്ക് ശേഷം ദിലീപിൻ്റെതായി ഒരു തിയേറ്റർ ഹിറ്റ് ഈ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷകൾ പൂർണ്ണമായി തകർന്നില്ലെങ്കിലും സമ്മിശ്ര പ്രതികരണം നേടിക്കൊണ്ടാണ് ചിത്രം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച ചിത്രമാണെങ്കിലും പതിവ് പോലെ ഒരു വിഭാഗം ദിലീപിനെതിരെ നെഗറ്റീവ് പ്രചരണം നടത്തുകയാണെന്നുമാണ് ദിലീപ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. അത് മാത്രമല്ല, ചിത്രം പ്രതീക്ഷിച്ച അത്ര നിലവാരം പുലർത്തിയില്ലെന്ന വിമർശനവും ചിലർ ഉയർത്തുന്നുണ്ട്. സിനിമാ ആരാധനാ ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ദിലീപ് ഫാൻ അല്ല, പക്ഷേ ഇങ്ങനെയൊന്നും ഒരു സിനിമയ്ക്കും റിവ്യൂ പറയാൻ പാടില്ലെന്ന അഭിപ്രായമുണ്ട്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ എത്രയോ ലക്ഷം ആളുകളുടെ പ്രയത്നമല്ലേ. ഇങ്ങനെ വിന്റേജ് കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞാൽ നാളെ ആരെങ്കിലും അത് പോയി കാണുമോ എന്നാണ് സഫ്ദർ ഹഷ്മി എന്ന ആൾ ഒരു യൂട്യൂബറിനെതിരെ പറഞ്ഞത്. അദ്ദേഹം പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഈ പരാമർശങ്ങൾ. ബ്രോമാൻസിൽ മാത്യു കോമാളിത്തരം കാണിച്ചപ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് ദിലീപേട്ടന്റെ ഈ പടത്തിന് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്നും പറയുന്നുണ്ട്. കോമാളിത്തരമായിരിക്കും എന്ന മുൻവിധിയോടെ ഒരു സിനിമ കാണാനിരുന്നാൽ അത് കോമാളിത്തരമായിട്ട് തന്നെയല്ലേ തോന്നുള്ളൂ. സോഫയിലെ ഏതോ ടോയ് വെച്ചതിന്റെ മേലെ പോയിരുന്ന് ടോയ് ഒച്ച വെച്ചത് കേട്ട് ഞെട്ടിയ കോമഡിയൊന്നും ഇതുപോലുള്ള യൂട്യൂബേഴ്സിന് വർക്കായില്ല എന്ന് കരുതി അത് ആർക്കും വർക്കാവില്ല എന്നാണോ? അതൊക്കെ വർക്കാവുന്ന ബാക്കിയുള്ളവരുണ്ടാവില്ലേ? ഞാൻ എന്തായാലും നാളെ രാവിലെ തന്നെ പോയി പടം കാണാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഒരു വലിയ കാലയളവിന് ശേഷം ജീവനുള്ള മുഖമുള്ള ദിലീപിനെ കാണാൻ കഴിഞ്ഞുവെന്നാണ് സിജിൻ കൂവള്ളൂർ എന്നയാൾ അഭിപ്രായപ്പെടുന്നത്.